മക്കളെ, ഇത് സർക്കുലാർ മോഷനും റൊട്ടേഷണൽ മോഷനും ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് മുമ്പ് ഇയറിൽ. ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിയേ. ദി ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് എ ബോഡി മൂവിങ് അലോങ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ്. ഒരു ബോഡി ഒരു സർക്കിളിന്റെ മുകളിൽ ഇങ്ങനെ കറങ്ങുക, അതായത് ബോഡി ഉള്ളത് സർക്കുലാർ മോഷനില്ല, അതിന്റെ ആംഗുലാർ ആക്സിലറേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ആംഗുലാർ ആക്സിലറേഷൻ എന്താ? ആൽഫ അല്ലേ? ആൽഫയുടെ ഡയറക്ഷനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഓപ്ഷൻസിൽ എന്തൊക്കെയാണുള്ളത് നോക്ക്. എലോങ് ദി റേഡിയസ് ടുവേർഡ്സ് ദി സെന്റർ, എലോങ് ദി ടാൻജന്റ് ടു ഇറ്റ്സ് പൊസിഷൻ, എലോങ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ, എലോങ് ദി റേഡിയസ് എവേ ഫ്രം ദി സെന്റർ എന്നൊക്കെയാണുള്ളത്. നോക്ക്, ആൽഫ, അതുപോലെ തീറ്റ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ, അതേപോലെ തന്നെ ആംഗുലാർ മൊമെന്റം, ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിനെ നമ്മൾ പറയാറ് തന്നെ ആക്സിയൽ വെക്ടേഴ്സ് എന്നാ. ഇതിന്റെ ഒക്കെ ഡയറക്ഷൻ വരാൻ പോകുന്നത് എലോങ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. എലോങ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് വരിക. എലോങ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ആൻസർ ഏതാണ്ടാവും? ഓപ്ഷൻ 3 ആയിരിക്കും. നമ്മളിങ്ങനെ കറങ്ങുന്ന ഡയറക്ഷൻ ഒക്കെ നോക്കിയിട്ട് ആ ആക്സിസ് ഓഫ് റൊട്ടേഷനിലൂടെ ആയിരിക്കും ആൽഫയുടെ ഡയറക്ഷൻ വരിക. ഓക്കെ.